അസ്സലാമു അലൈക്കും. നിക്കാഹ് കഴിഞ്ഞ് ളുഹുർ നമസ്കാരം കഴിഞ്ഞ് അവിടെ നിന്നും എല്ലാവരും ഇറങ്ങി. ഇനി മഹർ കൊടുക്കാനായി ആലിയുടെ വീട്ടിലേക്ക്. ആലി, ആലി, നീ റെഡിയായോ മോളെ? മാമ വിളിച്ചു. ഒരൊക്കെ നിക്കാഹ് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടെന്ന് ആലിയയുടെ മാമി റാഹില ആലി ഇരുന്ന റൂമിലേക്ക് വന്ന് എത്തി നോക്കി ചോദിച്ചു. കട്ടിലിൻ്റെ ഒരറ്റത്തുനിന്ന് ഇരിക്കുകയായിരുന്ന അവൾ പെട്ടെന്ന് എണീറ്റു. ആലിയുടെ മാമി അവളെ ആകമാനം ഒന്ന് നോക്കി. വലിയ ഒരുക്കമൊന്നുമില്ല. പീച്ച് കളർ ഒരു ഗൗണാണ് അവൾ ധരിച്ചിട്ടുള്ളത്. അതിൽ വലിയ വർക്കുകളോ ആഡംബരങ്ങളോ ഒന്നുമില്ല. വളരെ നോർമലായിട്ടുള്ള ഒരു ഗൗണ്. ഡ്രസ്സുകളിൽ അധികം വർക്കുള്ളതൊന്നും ആലിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് വിളിച്ചു പറഞ്ഞപ്പോഴേ ഫാസിലയുടെ അടുത്ത് ആലി പ്രത്യേകം പറഞ്ഞിരുന്നു, ഓവറായി വർക്കുള്ള ഒരു ഡ്രസ്സും അവൾക്ക് എടുക്കരുതെന്ന്. 2-3 ദിവസം മുന്നേ ഫാസിലയും ഭർത്താവും കൂടിയാണ് അവൾക്ക് ഡ്രസ്സ് കൊണ്ട് തന്നിട്ട് പോയത്. മാത്രമല്ല മിസ്ഡേ മോൾക്കും അവർ തന്നെയാണ് ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തത്. ഗൗണിന് ചേർന്നൊരു ബ്രൈഡൽ നൈറ്റ് ദുപ്പട്ട തലയിലൂടെ പിൻ ചെയ്തിട്ടുണ്ട്. ഇരു കൈയിലും 2 വളയും കഴുത്തിലൊരു നെക്ലേസും കൂടാതെ ഒരു മാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരൽപ്പം മുല്ലപ്പൂവും ചൂടിയതോടെ അവളുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞു. എത്ര ഒരുങ്ങിയാലും ഇല്ലെങ്കിലും ആലി വളരെ സുന്ദരിയാണ്. അവളുടെ മുഖവും നിഷ്കളങ്കതയും എപ്പോഴും എടുത്തു നിൽക്കാറുണ്ട്. ആലിയയുടെ മാമി അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവരുടെ മുഖത്തും തൃപ്തിയുടെ ഒരു ചിരി തെളിഞ്ഞു. ആലിയയിൽ നിന്നും നോട്ടം മാറ്റുമ്പോഴാണ് റൂമിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തകൃതിയായി ഒരുങ്ങുന്ന 2 മക്കളെയും മരുമോളെയും കണ്ടത്. അവരുടെ ഡ്രസ്സും ഒരുക്കങ്ങളൊക്കെ കണ്ടാൽ തോന്നും അവരാണെന്ന് പുതിയ പെണ്ണെന്ന്. ഹോ, മതി പിള്ളേരെ ഒരുങ്ങിയത്. നീയൊക്കെ 3 കൂടി ഇങ്ങനെ കിടന്നൊരുങ്ങിയിട്ട് ഒരു കാര്യമില്ല. അതാ ഇവളാണ് പുതുപെണ്ണ്. എന്നിട്ട് അവൾക്ക് പോലും ഇല്ല ഇത്ര ഒരുക്കം. അവർ 3 നോക്കി കളിയാക്കി ചിരിയോടെ പറഞ്ഞു. ആ, ഉമ്മാക്ക് അങ്ങനെയൊക്കെ പറയുമ്മ. ഞങ്ങൾക്ക് ഇന്നലെ ഒരുങ്ങാൻ പറ്റൂ. അവളോട് ഒരുങ്ങാൻ പറഞ്ഞിട്ട് കേൾക്കാത്തതിന് ആരെ കുറ്റ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയുമ്മ ആലിക്ക പൂവെന്ന് വെച്ച് കൊടുത്തത്. ഇവൾ എന്തൊരു പെണ്ണാ ഉമ്മ. ഉമ്മയോടാണ് പറയുന്നതെങ്കിലും റെജിന ആലിയയുടെ നോക്കി കണ്ണുരുട്ടി. ആലി അവരെയെല്ലാം നോക്കി നേർമയിലൊന്ന് ചിരിച്ചു. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുങ്ങുന്നതും അവൾ ഒരുങ്ങാതിരിക്കുന്നതൊക്കെ ഒരുപോലെയാണ്. ഉമ്മാടെ ആലി ഒന്ന് ചിരിച്ചാൽ മതി. ആ സൗന്ദര്യം ഇങ്ങനെ നിറഞ്ഞു ചൂവില്ലേ. എന്തൊരു സുന്ദരിയാ ഉമ്മ ഈ പെണ്ണ്. മാമിയുടെ മറ്റൊരു മോൾ പറയുമ്പോൾ എല്ലാവരിലും ചിരി നിറഞ്ഞു. അതെൻ്റെ ആലിമോളുടെ മനസ്സിലെ നന്മയാണടി ആ മുഖത്ത് തെളിഞ്ഞു കാണുന്നത്. അതിങ്ങനെ നിങ്ങളെ മുഖത്ത് തെളിഞ്ഞു കാണാൻ നിങ്ങൾ വാരിപ്പൂശുന്ന മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടൊന്നും പറ്റില്ല. അതിനെ മനസ്സ് നന്നാവണം. അവരെ കളിയാക്കി പറഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചു. എന്നിട്ട് വേഗം റെഡിയായി ഹാളിലേക്ക് വരാൻ പറഞ്ഞിട്ടവർ തിരിച്ചുപോയി. ഒരു പക്ഷേ ആലിയയുടെ ആദ്യത്തെ വിവാഹത്തേക്കാൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ആ വീട്ടിലുള്ളവരൊക്കെ നിൽക്കുന്നത്. ആര്യ വിവാഹ സമയത്ത് ആലിയയുടെ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നത് കാരണം അന്ന് എല്ലാവർക്കും വലിയ വിഷമമായിരുന്നു. പക്ഷേ ഇന്നും ആലിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു തരം നിസ്സംഗതയാണ്. അവളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി വീണ്ടും ഒരു പരീക്ഷണത്തിന് താൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്താവും തൻ്റെ വിധി എന്ന് അവൾക്ക് ഒരു നിശ്ചയവുമില്ലായിരുന്നു. അവളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷങ്ങൾക്ക് മുന്നിൽ ഒരു ചിരിയുടെ ആവരണമണിഞ്ഞു നിൽക്കുന്നവളെ മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാലും അതൊന്നും മുഖത്ത് കാണിക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഈ ദിവസം നിൽക്കുന്നത്. ദേ അവരൊക്കെ വന്നുട്ടോ. അവർക്ക് 3 എൻ്റെ പോലുള്ള ഉടുപ്പാണല്ലോ ഉമ്മി. കാറിൽ നിന്ന് ഫാസിലയും മക്കളുമെല്ലാം ഇറങ്ങുന്നത് കണ്ടതും ഓടി വന്നതാണ് മിസ്സിൻ്റെ മോള് വിശേഷം പറയാൻ. അവർക്കും തനിക്കും ഒരുപോലെയുള്ള ഡ്രസ്സാണെന്ന് കണ്ടതും ഒരുപാട് സന്തോഷം തോന്നി അവൾക്ക്. ആഹാ, അത് പൊളിച്ചല്ലോ. അവളുടെ സന്തോഷത്തിനെത്തി കൂടി മാമിയുടെ മകൻ്റെ ഭാര്യ. അവരെയൊക്കെ വന്നതറിഞ്ഞതും ആലിയയ്ക്ക് അതുവരെ ഇല്ലാത്തൊരു വെപ്രാളം ഉള്ളിലൂടെ പാഞ്ഞു കയറി. അതുവരെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാതിരുന്നവൾ ഒരു അന്താളിപ്പോടെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ഉള്ളംകൈ തണുത്ത് മരവിച്ചു. നെറ്റിയിലും മേൽചുണ്ടിലും വിയർപ്പ് പൊടിഞ്ഞു. എല്ലാവരും വന്നോ? ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം ആലി. അതും പറഞ്ഞുകൊണ്ട് 3 അവർക്കൊപ്പം മിസ്ഡേ മോളും കൂടെ പോയി. അപ്പോൾ അവിടേക്ക് ആലിയയുടെ വാപ്പ കടന്നു വന്നു. മോളെ, എൻ്റെ മോള് ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട. ഒരുപാട് നല്ല ആൾക്കാരാണ് അവർ. എൻ്റെ പൊന്നു മോള്, ഉമ്മ ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമാണിന്ന്. മറ്റെല്ലാ കാര്യങ്ങളും മറന്നിട്ട് എൻ്റെ മോള് സന്തോഷത്തോടെ വാ. അവളെ ഏറെ സ്നേഹത്തോടെ അവളുടെ തലയിലൊരു മുത്തം കൊടുത്ത അദ്ദേഹം നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആലിയയുടെ വാപ്പ തിരിച്ചിറങ്ങുമ്പോൾ ഒന്നും പറയാൻ നിൽക്കാതെ
കഴിയാതെ നിൽക്കുന്ന അവളുടെ അരികിലേക്ക് ഫാസിലയും മക്കളും ഓടിയെത്തി. കുറച്ചു നേരം വിശേഷങ്ങൾ പറഞ്ഞു നിന്ന ശേഷം അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഹാളിൽ ഫൈസി ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കസേരയിലേക്ക് കൊണ്ടിരുത്തി. വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ് ഫൈസിയുടെ വേഷം. ആലിയക്ക് കണ്ണുപോലും കാണാൻ കഴിയാത്തതുപോലെ തോന്നി. ചുറ്റിനും ഇരുട്ടു ബാധിച്ചതുപോലെ. തൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു വിവാഹത്തിന് കളമൊരുങ്ങുമ്പോൾ ആദ്യ വിവാഹത്തിൻ്റെ ക്രൂരതയിൽ ഭയന്നു പോയ ഹൃദയം അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു പോയതുപോലെ തോന്നിയവൾക്ക് തനിക്ക് ചുറ്റുമുള്ള രംഗങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഹൃദയം പതിയിരിക്കുന്നത് പോലെ, ആരെയോ ഭയപ്പെടുന്നത് പോലെ. ഉള്ളിൽ നിന്നും കുതിച്ചൊഴുകാൻ തുടങ്ങുന്ന കണ്ണുനീരിനെ പിടിച്ചടക്കിക്കൊണ്ടവൾ ഉള്ളം ശാന്തമാക്കാൻ ശ്രമിച്ചു. ചുറ്റിലും നിന്നവരൊക്കെ ഇരുവരുടെയും ഫോട്ടോ എടുത്തു. ഇടയ്ക്ക് 4 മക്കളെയും ഇരുവർക്കും അപ്പുറം ഇപ്പുറം പിടിച്ചു നിർത്തി. ആലിയ ഫൈസിയുടെ 3 മക്കളുടെയും മുഖത്ത് നോക്കി ചെറുതായെന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ മക്കൾ 3 ചിരിയോ സന്തോഷമോ ഒന്നുമില്ലാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവരുടെ ദുഃഖത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ ആലിയക്ക് സങ്കടമായി. അവരുടെ ഉമ്മാൻ്റെ സ്ഥാനത്തേക്ക് താൻ വരുന്നത് ആ കുഞ്ഞുമക്കൾക്ക് സങ്കടമാവും. അവൾക്ക് വേദനിച്ചു. എന്തിനീ പൈതങ്ങളെ തനിച്ചാക്കി നീ പോയി? അപ്പോഴും അവളുടെ ഉള്ളിൽ ആ ചോദ്യം അലയടിച്ചു. പിന്നീട് ആ കുരുന്നുകളുടെ മുഖത്തേക്ക് നോക്കാൻ ശക്തി ഉണ്ടായില്ല അവൾക്ക്. എല്ലാവരും വന്ന ശേഷമാണ് ഫാസില മഹർമാലയെടുത്ത് ഫൈസിയുടെ കയ്യിലേക്ക് കൊടുത്തത്. ഫൈസിക്ക് കൈ വിറച്ചുപോയി. ആദ്യ വിവാഹത്തിന് പോലും ഇല്ലാതിരുന്ന വിറയിൽ അവൻ്റെ ദേഹമാകെ പടർന്നു കയറി. അന്ന് ചുറ്റിനും കൂട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കളി പറഞ്ഞ് ആഘോഷമാക്കുമ്പോൾ ഇന്ന് ഇടം വല നിൽക്കുന്നത് തൻ്റെ രക്തത്തിൽ പിറന്ന മക്കളാണ്. ഞൊടിയിൽ അവൻ്റെ ദേഹമാകെ വിയർപ്പ് പൊടിഞ്ഞു. കത്തുന്ന ചൂടിൽ എന്ന പോലെ ഫൈസി ഉരുകിപ്പോയി. ഇടയ്ക്ക് ഫാസില പറഞ്ഞതനുസരിച്ച് കയ്യിലിരുന്ന മാല ആലിയയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. മൈലാഞ്ചിയുടെ ചുവപ്പണയാത്ത അവളുടെ കൈകളിലേക്ക് ഫാസിലയുടെ നോട്ടം തങ്ങി നിന്നു. ഒരു പ്രാവശ്യം പോലും മുഖത്തോട് മുഖം നോക്കാത്തവരെ ചുറ്റിലും നിന്നവർ ചിരിയോടെ നോക്കുമ്പോൾ യാന്ത്രികമായി എന്നോണം ഫൈസി വെച്ചു കൊടുത്ത മഹർമാലയെ കൈകളെ മുറുക്കി പിടിച്ചവൾ. പിന്നീട് ഫാസിലയാണ് ആലിയയുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തത്. അൽഹംദുലില്ലാഹ്. ഫാസിലയുടെ ഹൃദയം ഏറെ സന്തോഷത്തോടെ മന്ത്രിച്ചു. ഫൈസിയുടെ താലി നെഞ്ചോട് ചേർന്ന നിമിഷം ആലിയയുടെ കണ്ണുകൾ നിറഞ്ഞു. പഠിച്ചോനെ, ഈ ജീവിതം സന്തോഷത്തിലാക്കി തരണേ. ആ മക്കളെയും പൊന്നുപോലെ നോക്കാനുള്ള മനസ്സ് എനിക്ക് തരണമേ. അറിയാതെ അവൾ പറഞ്ഞുപോയി. അത് കഴിഞ്ഞതും അവിടെ നിന്നും രക്ഷപ്പെട്ട പോലെ ഫൈസി എണീറ്റു മാറിക്കൊടുത്തു. ഫൈസി മറ്റുള്ളവരുടെ ഇടയിലേക്ക് മാറിയതും കൂടെ വന്ന ബന്ധുക്കളൊക്കെ ഫാസില ആലിയയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നീടാണ് എല്ലാവരും ആഹാരം കഴിക്കാൻ പോയത്. ഫൈസിയുടെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ ആലിയയ്ക്ക് ഇരിപ്പുറക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പിടി ചോറ് പോലും കഴിക്കാൻ കഴിയാതെ അവൾ കുടുങ്ങിപ്പോയി. അവിടെയും ചോറ് കഴിച്ചു ആദ്യം എണീച്ചത് ഫൈസി തന്നെയാണ്. ആ നേരം എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി ആലിയയ്ക്ക്. ആലിയയുടെ കാട്ടിക്കൂട്ടലുകളൊക്കെയും ഫാസിലയും അവളുടെ മാമയുടെ മക്കളുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം ഇതൊക്കെ കണ്ട് ചിരിയാണ്. ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് രണ്ടാണോ? രണ്ടും കണക്കാ. മുഖത്ത് നോക്കിയത് ചിരിക്കുന്നത് പോലുമില്ല. പഠിച്ചോനെ, ഇത് രണ്ടും കൂടി എങ്ങനെ ജീവിക്കാനാണ്? ഒടുവിൽ ഫാസില അറിയാതെ ചിന്തിച്ചു പോയി. ആഹാരം കഴിച്ചു കഴിഞ്ഞതും ആലിയ വേഗം ലോഹർ നിസ്കരിക്കാനായി പോയി. ആലിയ നമസ്കരിച്ചു കഴിഞ്ഞതും ആരൊക്കെയോ ചേർന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് അടുക്കള വശത്ത് നിന്നൊരു കരച്ചിൽ കേട്ടത്. ഇത്തിരി ഉറക്കെയാണ് കരയുന്നത്. കരച്ചിൽ കേട്ടതും എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആലിയ കാലുകൾ വലിച്ചു വെച്ചങ്ങോട്ട് നടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്കറിയാമായിരുന്നു ആ നെഞ്ചുപൊട്ടി കരയുന്ന ഹൃദയത്തെ. മോളെ, മിസിരി മോളെ. അടുക്കളയുടെ ഇടതുവശത്തോട് ചേർന്നുള്ള അവളുടെ റൂമിലേക്ക് കയറിയ ആലി ഇടറിയ ശബ്ദത്തോടെ വിളിച്ചു. റൂമിൽ ഇരുട്ടാണ്. മോള് ലേറ്റ് പോലും ഇടാതെയാണ് റൂമിനകത്തേക്ക് കയറിയത്. അവൾക്കെത്ര സങ്കടമുണ്ടായിട്ടുണ്ട്. പഠിച്ചവനെ, ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് സങ്കടമായോ? ഞാൻ ഈ വിവാഹം കഴിച്ചത് തെറ്റായിപ്പോയോ? ഹൃദയവേദനയോടെ ഉള്ളാലെ വിലപിച്ചുകൊണ്ടാണ് ആലിയ ലൈറ്റിൻ്റെ സ്വിച്ച് ഓണാക്കിയത്. റൂമിൽ പ്രകാശം നിറഞ്ഞു. കട്ടിലിൽ ഇരുന്നു കൊണ്ട് മുഖം പൊത്തി ഉറക്കെ കരയുകയാണ് തൻ്റെ പൊന്നുമോൾ. മോളെ, ഉമ്മാൻ്റെ പൊന്നെ, എന്തിനാ എൻ്റെ മുത്ത് കരയുന്നത്? ഉമ്മ കരഞ്ഞാൽ മോൾക്ക് സങ്കടാവില്ലേ? അതുപോലെയാ എൻ്റെ പൊന്നുമോള് കരഞ്ഞാലും ഉമ്മച്ചിക്ക് സങ്കടാവട്ടോ. കൈ മാറ്റിക്ക്, ഉമ്മച്ചി നോക്കട്ടെ എൻ്റെ മുത്തിനെ.
മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്ന മിസ്റ്റി മോളുടെ കുഞ്ഞു കൈകളെ ബലമായി പിടിച്ചു മാറ്റി ആലിയ. ഉമ്മച്ചി! ഒരു നിലവിളിയോടെ ഇരു കൈകളും കൊണ്ട് ആലിയയെ ചുറ്റിപ്പിടിച്ചവൾ. എന്തിനാടാ എൻ്റെ പൊന്നു മോള് കരയുന്നത്? മോള് കരയുന്നത് കണ്ട് ആലിയും കൂടെ കരഞ്ഞുപോയി. ഉമ്മച്ചി പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോവോ? മോളെ തനിച്ചാക്കി ഉമ്മച്ചി പോവോ? പോയി കളയോ? ഉമ്മച്ചി പോയാൽ പിന്നെ മോൾക്ക് സങ്കടമാവും. മോൾക്ക് പിന്നെ ആരുമില്ലാതാവും. ഞാൻ ഒറ്റക്കായി പോവും. പറഞ്ഞു കഴിഞ്ഞതും വീണ്ടും ഏങ്ങലടിച്ച് കരഞ്ഞു തുടങ്ങി മിസ്റ്റി മോള്. അവളുടെ വർദ്ധിച്ച ഹൃദയമെടുപ്പും സങ്കടവും ഉള്ളാലെ തൊട്ടറിഞ്ഞു ആലിയ. ആലിയയുടെ ഇരു കരങ്ങളും മിസ്റ്റി മോളുടെ കുഞ്ഞു ദേഹമാകെ തലോടി. ഇരുവരും കരഞ്ഞു. തള്ളപ്പക്ഷിയുടെ ചൂടിൽ നിന്നും അകന്നു പോകുമെന്നുള്ള മോളുടെ ഭയം. എൻ്റെ പൊന്നു മോളെ കൂട്ടാതെ ഉമ്മച്ചി എങ്ങും പോകില്ല കേട്ടോ. ഉമ്മാൻ്റെ മുത്ത് കരയല്ലടാ. ആരാ പറഞ്ഞത് എൻ്റെ പൊന്നിനെ കൊണ്ടുപോവില്ലെന്ന്? കരയല്ലേ മോള് കണ്ണു തുടച്ച് എല്ലാവരും കാണും എൻ്റെ കുഞ്ഞു കരയുന്നത്. എൻ്റെ മിസ്രി മോള് സ്ട്രോങ് ഗേളല്ലേ? അവളെ തഴുകി തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് ആലിയ ചോദിച്ചു. ആലിയ പറഞ്ഞത് കേട്ടതും സങ്കടം അവൾ കടങ്ങി. ഇതുവരെ ഇവിടെ സന്തോഷത്തോടെ നിന്ന കുഞ്ഞല്ലേ, പിന്നെ പെട്ടെന്ന് എന്താ പറ്റിയേ? വീണ്ടും ആലിയ ചോദിക്കുമ്പോൾ മോളെന്താ മറുപടി പറയാനായി തുടങ്ങിയതും അവിടേക്ക് ഫാസിലായും എത്തി. അച്ചൂടാ, മിസ്റ്റി മോള് കരഞ്ഞ കണ്ണൊക്കെ കലങ്ങിയല്ലോ. പൗഡറും കൺമഷിയൊക്കെ പോയി. കളിയോടെ പറഞ്ഞുകൊണ്ട് മോളെ അരികിലേക്ക് ചേർത്ത് നിർത്തി ഫാസില. ഇന്നിനി മോളെ കൊണ്ട് പോണോ? അവളിവിടെ നിൽക്കട്ടെ. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് കൊണ്ടുപോയാൽ മതിയെന്ന് നിന്റെ ബന്ധുക്കളിൽ ആരോ പറയുന്നത് കേട്ടിട്ടാണ് മോള് കരഞ്ഞത്. അപ്പോഴേ ഇവിടെ നിന്ന് ഓടി വരുന്ന അവളെ ഞാൻ കണ്ടതാടി. മോള് വരാനായി ആഗ്രഹിച്ചിരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ പേടിച്ചു പോയി കാണാം. അല്ലെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റിക്കാണില്ല. ആലിയെ നോക്കി ഫാസില പറഞ്ഞു. ഞങ്ങളെങ്ങനെ ചെയ്യോ? ദേ നോക്ക്, ഞങ്ങൾ ആലിക്കൊപ്പം ഈ കുറുമ്പിയെ കൂടി കൊണ്ടുപോകാനല്ലേ ഞങ്ങൾ വന്നത്. അവർ പറയുന്നത് കേട്ട് മോളെന്തിനാ പേടിച്ചു പോയോ? പേടിക്കണ്ടട്ടോ. മോളെയും മോളുവിൻ്റെ ഉമ്മച്ചിയും ഞങ്ങൾക്ക് വേണം. അലിവോടെ അത്രയും സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഫാസില രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. ആലി, നമുക്കിറങ്ങാം. ഇനി താമസിക്കേണ്ട. നീ എല്ലാവരോടും യാത്ര പറഞ്ഞു വാ. മോളെ ഞാൻ കൊണ്ടുപോകാം. അതും പറഞ്ഞുകൊണ്ട് മോളെയും കൂട്ടി ഫാസില ഹാളിലേക്ക് പോയി. അപ്പോഴേക്കും അവിടേക്ക് ആലിയുടെ മാമയും മക്കളൊക്കെ വന്നു. അവരവളുടെ കരം കവർന്നു. ആലി, പെട്ടെന്നൊരു ദിവസം വാപ്പ വന്ന് നിൻ്റെ വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു. നീ പോയാൽ പിന്നെ ഞങ്ങളെ മക്കളെ ആര് നോക്കുമെന്ന് കരുതിയിട്ട്. നീ ഉള്ളത് കൊണ്ട് മക്കളുടെ കാര്യങ്ങളോ മറ്റോ ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെയും മക്കളുടെയും ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നീ നല്ലതുപോലെ നോക്കിയിട്ടുണ്ട് ഇത്ര നാളും. പക്ഷെ ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നെ ഇവിടെ തളച്ചിട്ടാൽ ഞങ്ങൾ ആ വാപ്പാൻ്റെ മക്കളല്ലാതായി പോവും ആലി. ഞങ്ങളുടെ വാപ്പച്ചയുടെ അത്രയില്ലെങ്കിലും ഒരല്പെങ്കിലും ആ ഗുണം ഞങ്ങൾ കാണിക്കണ്ടേ? ഇത്ര നാൾ നീ ഞങ്ങളെ നോക്കിയില്ലേ? ഇനി നിൻ്റെ വാപ്പയെ ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം. ഞങ്ങൾക്കറിയാം ഇവിടെ നിന്ന് നീ പോകുമ്പോൾ നിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം നിൻ്റെ ബാപ്പാടെ കാര്യമാണെന്ന്. അതോർത്ത് നീ സങ്കടപ്പെടേണ്ട. സന്തോഷമായിട്ട് പോയിക്കോ. നീ ഇങ്ങനെ ഇരുന്ന് കരയരുത്. ആദ്യ ഭാര്യയെ ഒരുപാട് സ്നേഹിച്ച ഒരു പുരുഷനാണ് ഇന്ന് നിൻ്റെ ഭർത്താവ്. അതുകൊണ്ട് ഫൈസിക്ക് എല്ലാം മറന്ന് നിന്നോടൊപ്പം ജീവിക്കാൻ കുറച്ച് സമയമെടുക്കും. ഒരുപാട് ക്ഷമിക്കുന്നതല്ലേ നീ? ക്ഷമയുള്ളവളല്ലേ? ഇവിടെയും നീ ഒരൽപ്പം ക്ഷമിക്ക്. കുറച്ചു നാൾ കഴിയുമ്പോൾ ഫൈസി മറ്റേരെക്കാളും നിന്നെ സ്നേഹിക്കും. അതും പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ആലിയ പിന്നെയും കരഞ്ഞുപോയി. ഇവിടം വിട്ടു പോകുന്നതും അവരൊക്കെ പറഞ്ഞതുപോലെയുള്ള വാപ്പാടെ അവസ്ഥയുമെല്ലാം അവൾക്കുള്ള സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ തൻ്റെ മനസ്സ് മനസ്സിലാക്കി അവർ സംസാരിക്കുമ്പോൾ മനസ്സൊന്ന് ശാന്തമായതുപോലെ. ഒടുവിൽ വാപ്പാനോടും മാമയോടും മറ്റു ബന്ധുക്കളോടും ഒക്കെ കണ്ണീരോടെ യാത്ര പറഞ്ഞവൾ ഫാസിലാക്കൊപ്പം പുറത്തേക്കിറങ്ങി. അവിടെ ഫൈസിയും മക്കളുമൊക്കെ അവൾ വരാനായി കാത്തിരിക്കുകയാണ്. മിസ്രിയമ്മോളും ഈ കൂട്ടത്തിൽ തന്നെ ഓടി നടന്ന് എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. ഒടുവിൽ മിസ്രിയമ്മോളും ഫൈസിയുടെ മൂത്ത മോനും മോളും കാറിൻ്റെ ഏറ്റവും പിറകിൽ കയറി. ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് പിറകിൽ സീറ്റിൽ ആലിയ കയറിയിരുന്നു. ഫാസിലും ഭർത്താവും ഫ്രണ്ടിൽ കയറി. പിന്നെ ആലിയയുടെ ബന്ധുക്കളോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് ആലിയ ഇരുന്ന സീറ്റിൻ്റെ ഒരറ്റത്ത് ഫൈസിയും കയറിയിരുന്നു. അപ്പോഴേക്കും ഫാസിലയുടെ കയ്യിൽ നിന്ന് ചെറിയ മോൻ ബാക്കിലേക്ക് ചാടി ഫൈസിയുടെ അടുത്തേക്ക് വന്നു. ഫൈസി അവനെ കൈകളിൽ കോരിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരിക്കൽ കൂടി അവരെ നോക്കി നിൽക്കുന്നവരെ നേരെ എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ചു. ആലി മുഖമൊന്ന് ചലിപ്പിച്ചുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞു. റഫീഖ് കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ഫൈസി കണ്ണുകൾ അടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിക്കിടന്നു. അവൻ്റെ നെഞ്ചിൽ പതുങ്ങി. മോനും സെയ്റ വിളിച്ചിരുന്ന ഇക്കാക്ക നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയോ എന്ന് ചോദിച്ചു. അവളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണെന്ന്.
തലയൊന്ന് ചെരിച്ച് ഫൈസിയെ നോക്കി ഫാസില പറഞ്ഞു. അതിൽ നിന്ന് ഫൈസി മൂളുക മാത്രം ചെയ്തു. സെയ്റയ്ക്കിന്ന് എമർജൻസി ആയിട്ടൊരു കേസുണ്ടായിരുന്നു. അത് കാരണം രാവിലെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല എന്ന്. ഹോസ്പിറ്റലിൽ നിന്നും സെയ്റ നേരെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് വിളിച്ചു കുറച്ചു മുമ്പ്. ഫൈസിയുടെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് മോൻ മെല്ലെ തലയുയർത്തി അവനിപ്പുറം ഇരിക്കുന്ന ആലയെ നോക്കും. അവൻ്റെ നോട്ടം ചെന്നെത്തുമ്പോൾ കാറിനുള്ളിൽ വീർപ്പുമുട്ടലോടെ ഇരിക്കുന്നവൾ ആ മുഖത്തേക്ക് നോക്കിയെന്ന് പുഞ്ചിരിക്കും. അത് കാണുമ്പോൾ അവൻ വീണ്ടും ഫൈസിയുടെ നെഞ്ചിലേക്ക് ഒളിക്കും. അവൻ്റെ മുഖമാകെ കരിവാളിച്ച് ഓജസ് നഷ്ടപ്പെട്ടു പോയി. അവൻ്റെ കുഴിഞ്ഞ കണ്ണും മെല്ലിച്ച മുഖവുമൊക്കെ കാണുമ്പോൾ ആലിക്ക് നെഞ്ചി പിടഞ്ഞു. അവൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കേണ്ട കുഞ്ഞ. 3 മക്കളും കോലം കിട്ടുപോയി. ചിന്തയോടെ അവളിരിക്കുമ്പോൾ മോൻ കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവനങ്ങ് കരഞ്ഞു തുടങ്ങിയതും എല്ലാവരും അന്തം വിട്ടുപോയി. ഫൈസി കണ്ണു തുറന്ന് മോൻ്റെ മുഖമുയർത്തി നോക്കുമ്പോൾ അവനങ്ങ് വിതുങ്ങിപ്പോയി. എന്താടാ, എന്തിനാ മോൻ കരയുന്നത്? ഫൈസി ചോദിക്കാൻ തുടങ്ങിയതും റഫീഖിൻ്റെ ചോദ്യം എങ്ങെത്തി. ആലെ ആകെ വല്ലാതായി. മോൻ കരയുന്നത് ഞാൻ നോക്കി ചിരിച്ചത് കണ്ടിട്ടാണോ? എന്തിനാ വാപ്പിയുടെ മോൻ കരയുന്നത്? ആ കണ്ണൊന്ന് തുടച്ചുകൊണ്ട് ഫൈസി ചോദിച്ചു. എൻ്റെ ഉമ്മ വരൂലേ വാപ്പാ? മോൻ്റെ ഹൃദയം പിളർത്തിയ ചോദ്യം. അവൻ്റെ കുഞ്ഞുമൊഴികൾ വീണ്ടും നിറഞ്ഞൊഴുകി. ഫൈസി മാത്രമല്ല, ആരും പ്രതീക്ഷിക്കാത്ത അവൻ്റെ ആ ചോദ്യത്തിൽ ആലി ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ഉലഞ്ഞുപോയി. അവൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി. അവനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ എല്ലാവരും കുഴങ്ങി. ഫൈസി തലയിൽ കൈവച്ചു പോയി. ചില നേരങ്ങളിൽ അവനിങ്ങനെയാണ്. ഉമ്മയെ കാണണമെന്ന ആഗ്രഹം ഉള്ളിൽ അടക്കാൻ കഴിയാതെ വരുമ്പോഴോ എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇതുപോലെ ഉമ്മയെ ചോദിച്ച് കരയുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് ആ ചോദ്യം വന്നതും ഫൈസി തരിച്ചിരുന്നു പോയി. ഫാസിലാക്കും ഭർത്താവിനും എന്താ പറയേണ്ടത് എന്നറിയാൻ വയ്യ. അവളങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും പറയാമായിരുന്നു. ഇതിപ്പോൾ മറ്റൊരാളുടെ കൂടെ പോയെന്ന് പറഞ്ഞാലും അവൻ്റെ ഉമ്മ എന്തിനു പോയെന്ന് എങ്ങനെ അതിനറിയാനാണ്? വാവേ, കരയല്ലേ. പെട്ടെന്നാണ് പിറകിൽ നിന്ന് മിസ്റ്റർ മോളുടെ ശബ്ദം കേട്ടത്. സീറ്റിൽ നിന്ന് എണീറ്റ് ഫൈസിയൊക്കെ ഇരിക്കുന്ന സീറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ടവൾ മോൻ്റെ കണ്ണീര് തുടച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. വാവയ്ക്ക് ഉമ്മയില്ലാത്തോണ്ടല്ലേ എൻ്റെ ഉമ്മയെ കൊണ്ടുവരുന്നത്? എൻ്റെ ഉമ്മി പാവാ. വാവെ പൊന്നു പോലെ നോക്കിക്കോളൂ എൻ്റെ ഉമ്മി. വാവെ നോക്കാനാണ് എൻ്റെ ഉമ്മി വന്നത് അല്ലേ ഉമ്മച്ചി? മോൻ്റെ കവിളിൽ മുഖത്തുമൊക്കെ തടവിക്കൊണ്ട് മിസ്റ്റർ മോള് ആലിയെ നോക്കി ചോദിച്ചു. നാവൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആലി ഇരിക്കുന്നത്. മിസ്റ്റർ മോള് ചോദിച്ചതിനെ അവളൊന്ന് തലയാട്ടി കാണിച്ചു. നിറഞ്ഞ തുളുമ്പാൻ വെമ്പുന്ന കണ്ണുകളെ താഴ്ത്തി പക്വതയുള്ളവർ എന്തു പറയണമെന്നറിയാതെ ഒരു വശത്ത് തളർന്നിരിക്കുമ്പോൾ പ്രായം കൊണ്ട് എത്രയോ കുഞ്ഞായവൾ മോനെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. എൻ്റെ ഉമ്മ ഇതല്ല അല്ലേ വാപ്പി? ആലയെ ഒന്ന് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ വാശി നിറഞ്ഞു. പെട്ടെന്ന് മോൻ പറയുമ്പോൾ ഫൈസിയും ഫാസിലയും കണ്ണുകൾ ചേർത്ത് അടച്ചുപോയി. അവൻ പിന്നെയും മറ്റുള്ളവരെ സങ്കടത്തിലാക്കിയാണ്. ഫൈസിക്ക് തല വെട്ടിപ്പൊളിക്കും പോലെ തോന്നി. പക്ഷെ ഉമ്മയെ നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞിൻ്റെ നെഞ്ചിലെ തേങ്ങൽ ആലിയക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അവൾക്ക് ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കാൻ തോന്നി. മോനൂട്ടൻ നോക്കിയേ, ഈ ഇത്തിക്ക് വാപ്പയില്ലല്ലോ. ഞാനിതുവരെ കണ്ടിട്ട് പോലുമില്ല അല്ലേ ഉമ്മേ? വീണ്ടും മിസ്റ്റർ മോളുടെ നിഷ്കളങ്കമായ ചോദ്യം. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ചോദ്യം ആലിയയുടെ ഹൃദയത്തെ പൊള്ളിച്ചു. അവൾക്ക് ആ വണ്ടിക്കുള്ളിൽ ശ്വാസം മുട്ടാൻ തുടങ്ങി. എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിപ്പോവാൻ തുടങ്ങി. വാവയ്ക്ക് വാപ്പിയുണ്ടല്ലോ, നല്ല സ്നേഹമുള്ള വാപ്പി. ഇത്തിയുടെ ഉമ്മയെപ്പോലെ ഒരുപാട് സ്നേഹമുള്ള വാപ്പി. അതുകൊണ്ട് വാവ എനിക്കറിയില്ലേ, നമ്മൾ കരഞ്ഞാലേ നമ്മൾ വാപ്പിക്കും ഉമ്മിക്കൊക്കെ സങ്കടം വരും. അവർ കരയും. ദേ വാവയുടെ വാപ്പ കരയുന്നത് കണ്ടോ? മിസ്റ്റർ മോള് പറയുമ്പോഴാണ് ഫൈസി പോലും അക്കാര്യം അറിയുന്നത്. താൻ കരയുകയാണ്. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഓർമ്മകളിൽ മനസ്സിൽ പിടയുമ്പോൾ താൻ പോലും അറിയാതെ കരഞ്ഞു പോവുകയാണ്. മിസ്റ്റർ മോളെ ഫൈസി കരയുന്ന കാര്യം പറഞ്ഞതും ആലിയും അവനെ അറിയാതെ നോക്കിപ്പോയി. ശരിയാണ്, കരയുകയാണ്. ഇരു കണ്ണുകളും അമർത്തി തുടക്കുന്ന ഫൈസിയെ അവൾ സഹതാപത്തോടെ നോക്കിപ്പോയി. പാവം മനുഷ്യൻ, വല്ലാത്തൊരു വിധി. ഫാസിലയും റഫീഖും എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ്. സഫീനയെ കയ്യിൽ കിട്ടിയാൽ നിരിച്ചു കൊല്ലാനുള്ള ദേഷ്യം തോന്നി ഇരുവർക്കും. റഫീഖിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. ഫൈസി കരയുന്നത് കണ്ടതും മിസ്റ്റർ മോളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് മോൻ അവൻ്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചു. പിന്നെ ഫൈസിയുടെ മുഖത്തൊരു മുത്തം കൊടുത്തുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അതിനിടയിൽ ആലിയൊന്ന് നോക്കാനും മറന്നില്ല. എൻ്റെ പൊന്നിക്ക, ഒന്ന് വേഗം പോ. ഇതിൽ നിന്നൊന്ന് ഉറങ്ങിയാലും മനുഷ്യന് നേരെ ചൊവ്വൊന്ന് ശ്വാസം വിടാൻ പോലും പറ്റൂ. ഫാസില
ഭ്രാന്തി പിടിക്കുന്നു. ഫാസില തലയിൽ വെച്ച് കൈവച്ച് പോയി. അവർ വീടെത്തുമ്പോൾ മോൻ ഉറങ്ങിയിരുന്നു. ആലിയെ കൈപ്പിടിച്ച് വീട്ടിലേക്ക് കയറ്റിയത് ഫാസിലയാണ്. ആലിക്കൊപ്പം ഫൈസിയും മോനെ കൊണ്ടുനിന്നു. ആലിയുടെ വലതുവശം ചേർന്ന് മിസ്രമോളുമുണ്ട്. ഫൈസിയുടെയും ഉമ്മയുടെയും വാപ്പാടെയും അടുത്ത ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ആലിയെ കണ്ട് അടിമുടി നോക്കി. വന്നവരിൽ പലർക്കും അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. മറ്റു ചിലർ അളന്നും തൂക്കി നിന്നു. ഇത്രയും ചെറുപ്പക്കാരി പെണ്ണ് ഈ 3 പെൺകുട്ടികളെ നോക്കൂ എന്നുള്ള ചിന്തയായിരുന്നു വന്നവരിൽ പലരിലും. വന്നവർക്കൊക്കെ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് ഫൈസി ഓർഡർ ചെയ്തിരുന്നു. എല്ലാവരെയും ഫാസില തന്നെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഫൈസിയുടെ മോള് ആയിഷ എന്ന ഐഷുവും മിസ്രയും മോളും ഇതിനോടകം നല്ല കൂട്ടായിട്ടുണ്ട്. പെൺകുട്ടികളല്ലേ, അവരങ്ങനെയാണ്. മൂത്ത മകൻ ഇതുവരെ ആരോടും മിണ്ടുന്നതൊന്നും ആലിയ കണ്ടിട്ടില്ല. അവൻ്റെ വാപ്പയേക്കാൾ ഗൗരവം അവൻ്റെ മുഖത്താണെന്ന് തോന്നും. അത്രയേറെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പ്രായത്തിൻ്റെതായ കളിയോ ചിരിയോ ഒന്നുമില്ലാതെ ഇത്രയും വയസ്സ് പ്രായം തോന്നിക്കുന്ന കൂടുതലുള്ള പക്വതയുള്ള ഒരാളിനെ പോലെ. ഇതുവരെ ആലിയുടെ മുഖത്തേക്ക് പോലും അവൻ നോക്കിയിട്ടില്ല. രാത്രിയോടെ ബന്ധുക്കളൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി. രാത്രിയിലെ ആഹാരം ഫാസിലയും ആലിയയും കൂടി ഉണ്ടാക്കി. കുട്ടികൾക്കൊക്കെ ഫാസില തന്നെയാണ് ആഹാരം കൊടുത്തത്. മോൻ മഗ്‌രിബിന് ശേഷമാണ് ഉണർന്നത്. അതിന് കുറച്ചു നേരം കളിച്ച് നടന്നെങ്കിലും ആൾക്ക് വലിയ മിണ്ടാട്ടമൊന്നുമില്ല. ആഹാരം കഴിച്ചില്ല. എത്ര നിർബന്ധിച്ച് കൊടുക്കാൻ നോക്കിയാലും കരച്ചിലാണ്. രാത്രി മക്കളെയെല്ലാം ഫാസിലയുടെ അടുത്താണ് കിടത്തിയത്. ആദ്യമായി ആലിയെ പിരിഞ്ഞു കിടക്കുന്നതിനുള്ള സങ്കടം മിസ്രമോൾക്കുണ്ടായിരുന്നു. ആരും കാണാതെ അവളൊന്ന് വിതുമ്പുകയും ചെയ്യും. കുട്ടികളെ കൊണ്ട് താൻ ഒരു റൂമിൽ കിടന്നോളാം എന്ന് ആലിയ ഒരുപാട് പറഞ്ഞെങ്കിലും ഫാസില അതിന് സമ്മതിച്ചില്ല. രാത്രി നിർബന്ധിച്ചാണ് ആലിയെ ഫൈസിയുടെ റൂമിലേക്ക് കൊണ്ടാക്കിയത്. അവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാലെടുത്ത് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ആലിയ അത് എടുക്കാൻ കൂട്ടാക്കിയില്ല. അവൾക്ക് എന്തോ ഒരു നാണക്കേട് തോന്നി. ഇതുവരെ ഒന്നും മിണ്ടുക പോലും ചെയ്തിട്ടില്ല. മിണ്ടുന്നത് പോട്ടെ, മുഖത്തേക്ക് പോലും ഒന്നും നോക്കിയതായി ഓർമ്മയില്ല. ആ കുട്ടികൾക്ക് വേണ്ടിയാണ് തന്നെ വിവാഹം കഴിച്ചത് എന്നറിയാം. അതറിഞ്ഞ് വെച്ചുകൊണ്ട് ഞാൻ ഈ പാലും കൊണ്ട് ചെന്നാൽ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നോർക്കെ അവർക്ക് വല്ലാതൊരു നാണം തോന്നി. ഫൈസിയുടെ റൂമിലേക്ക് കയറുമ്പോൾ ആലിക്ക് കൈയും കാലും വിറക്കാൻ തുടങ്ങിയിരുന്നു. ഇതുവരെ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. എന്തോ വലിഞ്ഞു കയറി ചെല്ലുന്നൊരു ഫീലായിരുന്നു അവൾക്കുള്ളിൽ. കുട്ടികൾക്കൊപ്പം കിടക്കുന്ന ഫൈസിയെ ഫാസില ചെന്ന് അവൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ഫൈസി റൂമിലേക്ക് കയറുമ്പോൾ കണ്ടു കൂട്ടിലിട്ട് വിരുകിനെ പോലെ നിന്ന് തിരിയുന്നവളെ. ഫൈസി റൂമിലേക്ക് കയറിയതും ആലിയ ടേബിളിൽ ചേർന്ന് നിന്നു. രണ്ടാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയില്ല. റൂമിലെ ഷെൽഫിൽ നിന്നൊരു ടവലും എടുത്ത് ഫൈസി ബാൽക്കണിയിലേക്കുള്ള ഡോർ തുറന്നിറങ്ങി. ശേഷം ആ ഡോർ ചാരുകയും ചെയ്തു. ആലിയ നിസ്സഹായതയോടെ നെടുവീർപ്പിട്ടു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായി. അത്യാവശ്യം വലിയൊരു റൂമാണ് ഫൈസിയുടേത്. വലിയ കട്ടിലും റൂമിലൊരു സൈഡിൽ ഒരു സോഫയും ഒരു സൈഡ് ഭിത്തിയിൽ വാർഡ്രോബൊക്കെയുണ്ട്. മാമയുടെ വീട് പോലെ അത്രയും വലിയൊരു വീട് തന്നെയാണ് ഇതും അവൾക്ക് തോന്നി. അടുക്കളയും ഹാളും മറ്റു റൂമുകളൊക്കെ വലുതാണ്. ഇരുനില വീടാണ്. ആദ്യം ഇരുന്ന വീട് രണ്ടാമത് പുതുക്കി പണിഞ്ഞതാണ്. ഇപ്പോൾ മൊത്തം മോഡൽ ലുക്കാണ്. എല്ലാ കാര്യങ്ങളും അവളോട് ഫാസിലയാണ് പറഞ്ഞു കൊടുത്തത്. ഇത്രയും സൗഭാഗ്യമൊക്കെ കളഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ ഫൈസിയുടെ ഭാര്യയെക്കുറിച്ച് ഓർക്കവേ അവളാകെ വല്ലാതായി. ഏറെ നേരം റൂമൊക്കെ നോക്കിയും പലതും ചിന്തിച്ചു നിന്നവൾ പതിയെ സോഫയിലേക്ക് ഇരുന്നു. സമയം കടന്നുപോയി. റൂമിൽ ചാർജറിൽ കൊടുത്തിരിക്കുന്ന ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് ഫൈസി റൂമിലേക്ക് തിരിച്ചു വന്നത്. അന്നേരം ആലിയ അവിടെ ഇല്ലായിരുന്നു. എവിടെ പോയി? ചിന്തിച്ചു കൊണ്ടവൻ റൂമിലാകെ കണ്ണുകൊണ്ട് പരതിയവൻ. അവിടെയെങ്ങും അവളിലെന്ന് മനസ്സിലായതും എന്തിനോ നെഞ്ചു വിറച്ചു പോയി ഫൈസിക്ക്. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.